നീറ്റ് എക്സാമിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ലേശം ലേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് വടകര അഴിയൂരാണ്. ഏകദേശം എന്താ പറയുക, കണ്ണൂരിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. നമ്മൾ കോഴിക്കോടാണ്, പക്ഷേ കിട്ടിയത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആ അറ്റത്തുള്ളവർക്ക് ഈ അറ്റത്തും ഈ അറ്റത്തുള്ളവർക്ക് അപ്പുറത്തറ്റത്തും അങ്ങനെയാണ് കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്ന് അങ്ങനെ ഇരിക്കാനുള്ളൊരൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ബീച്ചാണോ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അഴിയൂരിൽ നിന്നൊരു 5-10 മിനിറ്റ് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സ്കൂട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല അടാറ് വെയിലാട്ടോ. കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഇവിടെ എടുത്തു വന്നു. പക്ഷേ വെയിലില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ അടുത്തൊന്നും അങ്ങനെ സ്ഥലമില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എക്സാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കക്കട്ടിൽ നെസ്റ്റോ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നെസ്റ്റോയിൽ കയറുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ഓഫറൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, എനിക്ക് സ്ഥിരം എടുക്കുന്ന സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു തൃപ്തിയാണ് കേട്ടോ. അല്ലാത്ത എന്താ പറയുക, നമ്മൾ പരിചയമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവല്ലോ, ഒരു സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാത്തിൻ്റെ റേറ്റ് ഇങ്ങനെ നോക്കി പോയിട്ട് എന്താണെന്നുള്ള. പിന്നെ മാക്സിലും ഒന്ന് കയറി, പിന്നെ റിലയൻസ് ഉണ്ടെങ്കിൽ അവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വെക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ സാധനം ഒന്നും വാങ്ങിയില്ല. പിന്നെ മോളെന്തോ ഒരു ഐസ്ക്രീം അങ്ങനത്തെ എന്തോ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ഡെയിൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എനിക്ക് എത്രയാണ് കറക്റ്റ് പുറത്തെ എത്രയാണ് റേറ്റ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് വാങ്ങിയാൽ പണി കിട്ടും എന്നുള്ളൊരു പേടി. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഒന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മാക്സിലൊക്കെ എപ്പോഴും കയറുമ്പോൾ നമ്മൾ കോഴിക്കോടുള്ള ഫോക്കസ് മാളിലെ മാക്സിൽ തന്നെ കേട്ടോ കയറില്ല. അപ്പോൾ അവിടെ കയറിയാൽ അവിടെ ഏകദേശം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കോഴിക്കോടിൻ്റെ അത്ര ഒരു ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് പിന്നെ ഏകദേശം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.